ഹലോ, ഇന്ന് നമ്മൾ ഹൈനെക്ക് കോളർ വിത്ത് 3 ബോക്സ് പ്ലീറ്റ് വരുന്ന ഈ ഒരു ടൈപ്പ് ഫ്രോക്കാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ മീഷോന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. 5 മീറ്ററോളം ഉണ്ട്. 265 രൂപയാണ് കേട്ടോ അയക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ 2 മടക്കിൽ തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മടക്കിൽ ഇട്ടിട്ട് 11 ഇഞ്ച് വിഡ്ത്തും 15 ഇഞ്ച് ലെങ്ത്തും ആണ് എടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് 14 ഇഞ്ചാണ് ആക്ച്വൽ യോക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൊടുത്തിട്ട് 15 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഷോൾഡർ എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഏതൊരു കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എടുക്കേണ്ടത്. എനിക്ക് കറക്റ്റ് ഷോൾഡർ 7 എടുക്കാറ്. ഞാൻ 1 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോളും 8 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് അളവ് കൊടുത്തിരിക്കുന്നത് 9.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് വണ്ണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ അവിടുത്തെ നിങ്ങളുടെ വണ്ണം നോക്കാം. അത് ഇവിടെ മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ 2 പോയിൻറ്റ്സും ഇല്ലേ, ചെസ്റ്റ് മാർക്ക് ചെയ്തതും വേസ്റ്റ് മാർക്ക് ചെയ്ത 2 പോയിൻറ്റ്സും തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ബോട്ടം പൊസിഷനായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിൽ തൂങ്ങി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം ആ 8 ഇഞ്ചിൻ്റെ ഹാഫ് കാണാം. ഹാഫിൻ്റെ അവിടെ ഹാഫ് കണ്ടതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ആ ഒരു കോണിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനായിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് കൊടുക്കാം. ബാക്ക് നെക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, അത് പിന്നെ മാർക്ക് ചെയ്യാം. ഇപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 3 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ വേണം. ഫ്രണ്ട് പാർട്ടിന് ബാക്ക് പാർട്ടിനേക്കാളും 3 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ വേണം. സോ ഇതുപോലെ തന്നെ 2 മടക്കിൽ തുണി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ ഫ്രണ്ട് പീസുമ്മ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ വെക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് തന്നെ വിഡ്ത്തും മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ കോളറായിട്ട് വരുന്ന ഒരു പീസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ബാക്ക് പീസ്. ബാക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത എല്ലാ ഭാഗവും നമുക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇവിടെ ഫ്രണ്ട് പീസിന് നമുക്കൊരു ഡാർട്ട് കൊടുക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇതുപോലെ ആ ഒരു പോയിൻ്റില്ലേ നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഒരു 1/2 ഇഞ്ച് വേസ്റ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്ന് ചെസ്റ്റ് ലൈൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഈ അറേഞ്ചിലേക്ക് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാണ്ട് തന്നെ നമുക്ക് അതും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒരു പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഷോൾഡർ സ്ലോപ്പും അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി നമുക്കൊന്നും കൂടി ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇത് 1/2 ഇഞ്ച് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്യാനുള്ളത് ഡാട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് ആക്ച്വൽ ഡാട്ട് പോയിൻ്റ് വന്നത് 10 ഇഞ്ചിലാണ്. സോ ഒരു അര ഇഞ്ച് കൂടി കൂട്ടി 10.5 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. 3.25 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. 10.5 ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ 3.25 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് താഴെയും 3.25 തന്നെ കൊടുക്കാം. നമ്മൾ അര ഇഞ്ചല്ലേ കൂട്ടി കൊടുത്തത് ഫ്രണ്ട് പാർട്ടിൽ ഡാട്ടിന് വേണ്ടിയിട്ട്. സോ നമുക്ക് ഇതേപോലെ ഒന്ന് ആ പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് 1/4 ഇഞ്ച് ഇപ്പുറത്തേക്കും 1/4 ഇഞ്ച് ഇപ്പുറത്തേക്കും 1/4 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ്റെ അപ്പുറത്തേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അര ഇഞ്ച് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് 1/4 ഇഞ്ചിൽ തന്നെ കൊടുത്തേക്കുന്നത് കേട്ടോ. 1 ഇഞ്ചാണ് നിങ്ങൾ കൂട്ടിയെടുക്കണമെങ്കിൽ അര ഇഞ്ച് ഇപ്പുറത്തും അപ്പുറത്തും അങ്ങനെയായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡട്ട് പോയിൻ്റ് അപ്പുറത്തും അതുപോലെ തന്നെ പതിയാം. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായി പണി. അത് ഇപ്പുറത്തെ ഭാഗത്ത് മാർക്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൈയോടെ വരച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചല്ലേ അവിടെ ലെങ്ത്ത് ഹൈറ്റ് കൂട്ടിയെടുത്തത്. സോ അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊരു 1.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്ക് ഷേപ്പാണ് വരയ്ക്കുന്നത്. സോ ഇതിനായിട്ട് 2.5 ഇഞ്ച് താഴെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഏത് നെക്ക് ടൈപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ഇവിടെ ഞാൻ സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പം അതിനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ 1 ഇഞ്ച് വീതം സൈഡിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ നെക്ക് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് നല്ലോണം അയൺ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ നല്ലോണം അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ എന്തെങ്കിലും കർവ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തെറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് എൻ്റെ സെൻറ്റർ കാണാൻ നെക്കിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും സെൻറ്റർ കാണാം. എന്നിട്ട് ഒരുപോലെ ആ സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റ് ഇതുപോലെ നല്ല വശം ചേർന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്യാൻവാസും ഒട്ടും തന്നെ കൊള്ളാണ്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ക്യാൻവാസും കയറി ചേർത്തിട്ട് നിങ്ങൾ സ്ലോലി ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കോണ് വരുന്ന ഭാഗത്തൊക്കെ നോച്ചസ് കൊടുക്കാം. ഇനി ശ്രദ്ധിച്ച് നോക്കാം. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ വയ്ക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കട്ടെ. അപ്പം ശ്രദ്ധിക്കുക, ക്യാൻവാസും ഒരുമിച്ചിരിക്കണം. മറ്റ് ഇതുപോലെ ഞാൻ പറയണേക്കാൾ കൂടുതൽ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
ഇത് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ വയ്ക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും. പെട്ടെന്ന് തീരണ ഒരു കോളറാണ് കേട്ടോ, വളരെ എളുപ്പമാണ്, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്കിതൊക്കെ ശരിക്കും ബാക്കി നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ടിൽ ഡാട്ട് ഇടാനാണ്. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങനെ കുഴിച്ചൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും യോജിപ്പിക്കണം. അപ്പം അതിനായിട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുവയ്ക്കാം ആദ്യം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കോളർ വെച്ചതിൻ്റെ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ വശവും ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ വശവും ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അപ്പുറത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് അങ്ങനെ ഒരു ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക, വലിച്ച് പിടിക്കാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കുണ്ടല്ലോ നമ്മുടെ ആ ഒരു കോളർ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ആ ബാക്ക് പാർട്ടിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് നെക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വരെയാണ്, ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ ആ ഒരു ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണുള്ളൂ. ബാക്കി ഞാൻ കൈ കൊണ്ട് തുന്നാണ് ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോളർ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ നെക്കിൻ്റെ ആ ഒരു വശമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കണത് നേരത്തെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്ന് നോക്കിക്കോ, ഇവിടെ വരെ കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ വരെ രണ്ട് സൈഡിലേക്ക് ഈ ഒരു ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. 3 ബോക്സ് പ്ലീറ്റാണ് നമ്മൾ ബോട്ടം പോർഷൻ ചെയ്യണത്. അപ്പോൾ എനിക്ക് പ്രിൻ്റ് വന്നുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 മടക്കിൽ തുണി ഇട്ടിട്ടുണ്ട്. 2 മടക്കിൽ തുണി ഇട്ടിട്ട് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 27.5 ഇഞ്ച്, ലെങ്ത്ത് എനിക്ക് 31 ഇഞ്ചാണ് വേണ്ടത്, പ്ലസ് 1.5 ഇഞ്ചും കൂടി കൂട്ടി 32 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് യോക്ക് പാർട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ബോട്ടമായിട്ട് ഒരുമിച്ച് വയ്ക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡാട്ട് വരുന്ന ആ ഒരു കറക്റ്റ് പൊസിഷനിൽ അത് ബോട്ടം പോർഷനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സെൻറ്റർ പ്ലീറ്റ് വരുന്ന ഭാഗം. ഇത്രയും വിടത്തിലാണ് നമ്മൾ സെൻറ്റർ പ്ലീറ്റ് വരുന്നത്. അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് വീതം ഇതുപോലെ 2 വട്ടം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറയണേക്കാൾ കൂടുതൽ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ആ ഡാട്ടിൻ്റെ അളവിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ്, ഫസ്റ്റ് നമ്മുടെ പ്ലീറ്റിൻ്റെ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ രണ്ടാമത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മുടെ യോക്ക് പാർട്ടും നമ്മുടെ ബോട്ടം പാർട്ടും കൂടി ഒരുമിച്ച് ഒരേ അളവിൽ ചേർത്ത് വയ്ക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെയും 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ അടുത്ത ബോക്സ് പ്ലീറ്റ് വരുന്ന ഭാഗം. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വരും. അങ്ങനെ കറക്റ്റായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് വെച്ചേക്കണുണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരളവിൽ, അതായത് വേസ്റ്റിൻ്റെ ആ ഒരളവിൽ ഇതുപോലെ ബാക്കി വന്നെ വിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് താഴെ വരെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
അതുപോലെ തന്നെ ഇപ്പം മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും നമുക്കൊരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ആ മാർക്കിങ് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി. ഇനി ഇത് എങ്ങനെയാണ് ഞാൻ പ്ലീറ്റ്സ് ഇടണമെന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഫസ്റ്റ് ആ ഒരു വരുന്ന ഡാട്ടിൻ്റെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ തേർഡ് കട്ടിങ്ങിലേക്കാണ് വെക്കുന്നത്. അതായത് സെൻറ്ററിൽ വരുന്ന ഒരു ബോക്സ് പ്ലീറ്റ് ആണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ലാസ്റ്റ് കട്ടിങ് എടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡാട്ടിൻ്റെ ഇപ്പുറത്തെ കട്ടിങ്ങില്ലേ അതെടുക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിലേക്ക്, അതായത് നമ്മൾ 3 ഇഞ്ച് രണ്ടാമത് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ ഇതേ സെൻറ്റർ ബോക്സ് പ്ലീറ്റ് ഇതുപോലെ വരും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലാസ്റ്റ് കട്ടിങ് അപ്പുറത്തെ സൈഡിൽ വന്നതെടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്കും വയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ 3 ബോക്സ് പ്ലീറ്റ് സെറ്റ് ചെയ്യണത്. ഇതിങ്ങനെ പിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പീസും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ബാക്ക് പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് യോക്കിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ബോട്ടം പോർഷൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് സാധാ നമ്മൾ ബോട്ടം ടോപ്പും സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാനതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കാനും സൈഡ് ജോയിൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.